ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സാന്ത്വനത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിവസവും ഉള്ള സാന്ത്വനം എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് എപ്പിസോഡ് റിവ്യൂവിലേക്ക് പോവാം. അപ്പം ആദ്യം കാണിക്കുന്നത് ഒരു പ്രഭാതമാണ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ കഥ നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പം നായിക കോലം ഇടുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം നായകൻ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് ഷോപ്പിൽ നിന്ന് തിരിച്ച് നടന്നു വരുന്നത് 1, 2, 3 ഫ്രെയിമിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നായിക വീണ്ടും വീട്ടിലിരുന്ന് ഫ്രണ്ടിൽ കോലം വരച്ചുകൊണ്ടിരിക്കുന്നതാണ് വീണ്ടും കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ലൊരു ഫാമിലി സീരിയലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിലാണ് കേട്ടോ ഇത്. അപ്പോൾ ദേവമംഗലം എന്നാണ് ഇവരുടെ വീട്ടുപേര്. അപ്പോൾ ഇതിൽ ഒരുപാട് കഥകളൊക്കെ ഇനി വരാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രൊമോയിൽ ചെയ്തതുപോലെ നായിക വീടിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ്. കാരണം ഈ 2 വീടുകൾ തമ്മിൽ ശത്രുതയുണ്ട്. അപ്പോൾ അതൊന്ന് അവസാനിക്കാനും ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കണേ എന്ന് ദിവസവും രാവിലെ നമ്മുടെ നായിക പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ നായികയെ പരിചയപ്പെടണ്ടേ. അപ്പം നമ്മുടെ സാന്ത്വനം 2-ലെ നായികയുടെ പേര് ഗോമതി എന്നാണ്. അപ്പം ഗോമതിയുടെ സ്വന്തം വീടാണ് ഈ കാണുന്നത്. അവരുമായിട്ട് വളരെ നാളായി ശത്രുതയിലാണ്. അപ്പോൾ ഇത് കൃഷ്ണമംഗലം, ദേവമംഗലവും കൃഷ്ണമംഗലവുമാണ് സാന്ത്വനത്തിലെ 2 മെയിൻ വീടുകളുടെ പേര്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കോലം, കൃഷ്ണമംഗലത്തെ കോലം നോക്കിയപ്പോൾ ഇന്ന് ഇച്ചിരി വലുതാണ്. അപ്പോൾ അങ്ങനെ ശരിയാവില്ലല്ലോ, നമ്മളങ്ങനെ കൊച്ചാക്കേണ്ട, കോലമിട്ട് ഞാനും എന്തായിരുന്നാലും ഇന്ന് വലിയൊരു കോലം വരയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ ഗോമതി, അതായത് സാന്ത്വനം 2-ലെ ഗോമതി തിരിഞ്ഞ് ഓടുകയാണ് അവരെ വീട്ടിൽ ഫ്രണ്ടിൽ ചെന്നിട്ട് ആ കോലം വലുതാക്കി വരയ്ക്കാനായിട്ട്. അപ്പോൾ സ്വന്തം വീടാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഈഗോ ഉള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ നമ്മുടെ സാന്ത്വനം 2-ലെ ഗോമതിയുടേത്. അപ്പോൾ ഗോമതി വീണ്ടും വന്നിട്ട് ആ കോലമാവെടുത്ത് വീണ്ടും അപ്പുറത്തേക്ക് നോക്കി കോലം വലുതാക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടിട്ട് ഫണ്ണി ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ അപ്പുറത്തെ കോലം വീണ്ടും വന്ന് നോക്കിയിട്ട് പറയണം, ഇപ്പം കറക്റ്റായി, എൻ്റെ വീട്ടിലെ കോലം പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ഈ ഇപ്പുറത്ത് നോക്കി നിൽക്കുന്നത് നായകൻ കാണുന്നു. ഒട്ടനെ ഷൗട്ട് ചെയ്യുന്നു ഗോമതി എന്നും പറഞ്ഞിട്ട്. ഈ സീനിലാണ് നായികയുടെ പേര് റിവീൽ ആവുന്നത് കേട്ടോ. അപ്പോൾ നായിക ഷോക്കായി തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ നായകൻ വന്നിങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുവാണ്. നീ എന്തെടുക്കുവാണ് ഇവിടെ നിന്ന്, നീ ആരെയാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നായികയുടെ അടുത്ത്. അപ്പോൾ നായിക പറയുവാണ്, ഓരോ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ നോക്കി ചുമ്മാ നിന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും നായകൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നായകൻ്റെ കയ്യിലൊരു കവറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ പോകാൻ നോക്കാം. അങ്ങനെ ഗോമതി വീട്ടിലേക്ക് ചായ ഇടാനായിട്ട് കയറി പോകുന്നു. അപ്പം പത്രം ഇടാനായിട്ട് പത്രക്കാരൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് പറയും, നായകൻ്റെ പേരും ബാലൻ തന്നെയാണ് കേട്ടോ. ഈ നായകൻ്റെ പേരും ബാലൻ തന്നെയാണ് സാന്ത്വനം ഫസ്റ്റിലെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആദ്യം പത്രം ഇടാൻ പോകുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് പത്രക്കാരൻ്റെ സൈക്കിൾ ചവിട്ടി താഴെ വീഴ്ത്തുന്നു. എന്നിട്ട് നായകൻ നമ്മുടെ ഈ പത്രക്കാരനോട് ദേഷ്യപ്പെടുന്നു, നീ എന്തിനാണ് അവിടെ ആദ്യം കൊണ്ടിട്ടത്, നിന്റെ പത്രവും വേണ്ട ഒന്നും വേണ്ട എടുത്തുകൊണ്ട് പോകുമെന്നും പറഞ്ഞിട്ട് ആ സൈക്കിൾ ചവിട്ടി വീഴ്ത്തുന്നു. അപ്പോൾ ഇത് കണ്ട് ഗോമതി വീണ്ടും ബാലൻ്റെ അടുത്തേക്ക് വരുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ട് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് ബാലൻ്റെ ഒരു കോള് വരുന്നു. ഇനി ക്യാരക്ടറുകളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഒരു പൂജാമുറി കാണിക്കുന്നു. ഇതാണ് ആദ്യത്തെ മകൻ, ഇത് 3ാമത്തെ മകനാണ് കേട്ടോ. ഇത് അവസാനത്തെ മകൾ. ഇനി ഒരു മകനും കൂടെ ഉണ്ട്, അത് നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഈ മകള് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ. അപ്പം അച്ഛൻ രാവിലെ വളരെ നിർബന്ധമാണ്, രാവിലെ പെട്ടെന്ന് കുളിക്കണം, എല്ലാവരും വൃത്തിയായിട്ട് ഇരിക്കണമെന്നൊക്കെ. പക്ഷേ ആ പെണ്ണിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ, കുളിക്കണം നനയ്ക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് അമ്മ വന്ന് വഴക്ക് പറയണം. അപ്പം ഇതാണ് ആദ്യത്തെ മകൻ. ആ മകൻ്റെ പേര് ആനന്ദ് എന്നാണ്. അപ്പം അച്ഛൻ്റെ വഴിക്ക് നടക്കുന്ന ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ, ആനന്ദ്. അപ്പം അച്ഛൻ കുളിക്കാത്തതിന്
വഴക്ക് പറയുന്നതിന് കുളിച്ചിട്ട് വന്ന മൂന്നാമത്തെ മകൻ്റെ തോർത്തെടുത്ത് അതായത് മകളുടെ പേര് അനു എന്നാണ്, അനു തലയിൽ കെട്ടുന്നത്. അപ്പോൾ അമ്മ വീണ്ടും വഴക്ക് പറയുന്നു, അച്ഛനെ ആരും പറ്റിക്കാൻ നോക്കണ്ട. ഇനി 2 കഥാപാത്രം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഗോമതിയുടെ സഹോദരൻ ധർമ്മജനും അതായത് 2ാമത്തെ മകൻ ആര്യനും. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നു, അച്ഛൻ വന്ന് വഴക്ക് പറയുന്നൊക്കെ പറഞ്ഞ് ഗോമതി തലയിൽ കൈവയ്ക്കുന്നു. അപ്പോൾ ഗോമതിയോട് ചോദിക്കുകയാണ് വീണ്ടും കയറി വന്ന്, നീ ഇതുവരെ ചായ ഉണ്ടാക്കാൻ പോയില്ലേ, എന്തിനാണ് ഇവിടെ നിന്ന് താളം ചവിട്ടുന്നത്? അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കവർ കൊണ്ടുവന്നു എന്ന്. ഇയാൾക്ക് ഒരു സ്വഭാവമുണ്ട്, എന്നും രാവിലെ പോകുമ്പം പരിപ്പുവട വാങ്ങിക്കൊണ്ട് വന്ന് ഉഴുന്നുവട വാങ്ങിക്കൊണ്ട് വന്ന് മക്കൾക്ക് കൊടുക്കുക എന്നത്. അപ്പോൾ നായിക പറയുകയാണ് ഇതത്ര നല്ല ശീലമൊന്നും അല്ല, പൊരിച്ചതൊക്കെ രാവിലെ കഴിയുന്നപ്പോൾ അയാൾ പറയുവാണ് ആനന്ദിന്, അതായത് മൂത്ത മകന് 2 വയസ്സുള്ളപ്പോൾ മുതൽ ഈ ഉഴുന്നുവട വാങ്ങിക്കാൻ തുടങ്ങിയതാണ്, അതെന്നെക്കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ മകളുടെ കയ്യിൽ നിന്ന് ഉഴുന്നുവട വാങ്ങിച്ച് ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. അപ്പോൾ ഭാര്യ പറയുന്നു എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ നായകൻ മൂത്ത മകനെ വിളിച്ചിട്ട് ജോസഫ് ഏട്ടന് ഒരു ഫർണിച്ചർ വേണം, അത് ഒരു 2 മാസത്തെ അവധിക്ക് സെറ്റാക്കി കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് പറയുന്നു നമുക്കൊരു ഷോപ്പ് ഇടാൻ കൊല്ലത്ത്, അതിനെ 3ാമത്തെ മകനെ ഏൽപ്പിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അതും അയാളെ എതിർക്കുന്നു. പിന്നെ ഈ 2ാമത്തെ മകൻ കിടന്നുറങ്ങുകയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ മകൻ്റെ മുകളിലേക്ക് വെള്ളം കോരി ഒഴിക്കുകയാണ്. അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ മകനോടും ഈ അളിയനോടും ഈ ആൾക്ക് ഭയങ്കര വെറുപ്പാണ്. കാരണം മകന് ഉത്തരവാദിത്തമില്ല, ഈ ഭാര്യയുടെ സഹോദരൻ്റെ കൂടെ കാള കളിച്ച് നടക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നത്, നീയൊക്കെ ഒരു നന്നാവത്തില്ല, ഇങ്ങനെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ മകനെ ചവിട്ടി തേക്കുന്ന രീതിയിലാണ് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അച്ഛൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അച്ഛനും ഈ മോനും തമ്മിലുള്ള ബന്ധം അത്ര ക്ലിയർ അല്ല. പക്ഷേ അമ്മയുടെ പെറ്റാണ് കേട്ടോ ഈ മോൻ, ആര്യ എന്നാണ് പേര്. അപ്പോൾ അമ്മയെ വഴക്ക് പറയുന്നു, നീയാണ് ഇവനെ ഇങ്ങനെ വശമാക്കുന്നതെന്നും പറഞ്ഞ് അമ്മയ്ക്കും കുറേ വഴക്ക് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് അച്ഛൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ബായ്.